ഹലോ, അപ്പോൾ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പീൻ്റെ വീഡിയോ ആണ്. കാണാൻ നല്ല ഭംഗിയില്ലേ? കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ആവിയിൽ വേവിച്ച പലഹാരങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ മൈദപ്പൊടി എണ്ണയൊന്നും ഇല്ലാതെ ഇതെങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിലേക്ക് മധുരത്തിന് 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിൽ കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് നമുക്കൊരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാവുന്നതാണ്. 2 അച്ച് ശർക്കര പാകത്തിനുള്ള മധുരം ഉണ്ടാവും. ഇച്ചിരിയും കൂടി മധുരം വേണമെന്നുള്ളവർക്ക് ഒരച്ചും കൂടെ എടുക്കാം. അങ്ങനെ 3 അച്ച് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ കയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉണ്ടെങ്കിൽ അതൊന്ന് വറുത്തെടുക്കാം. അതില്ലാന്ന് വിചാരിച്ചിട്ട് യാതൊരു കുഴപ്പമില്ല. അത് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാനത്. ഇതേ പാനിലേക്ക് നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. മീഡിയം സൈസ് 3 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം ഫില്ലിങ് വേണം അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് വഴറ്റിയത് ഇത്ര മതി. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങയിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതവിടെ ഇരുന്നൊന്ന് ചൂട് പോയിക്കോട്ടെ. നമുക്ക് മാവ് റെഡിയാക്കാം. അപ്പോൾ നമ്മളത് ആട്ടപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത് പറഞ്ഞിരുന്നു. അപ്പോൾ 1.5 കപ്പ് ആട്ടപ്പൊടിയാണ് ഇതിനെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ച് ഒഴിച്ച് മിക്സ് ചെയ്യണ്ട, കുറേശ്ശെ ഒഴിച്ചാൽ മതി. ഞാനിതിലേക്ക് ശർക്കരപ്പാനി കൂടാതെ 1 കപ്പും പിന്നെ 1/4 കപ്പ് അങ്ങനെ 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ വെള്ളം ഒന്നിച്ചുകൊണ്ട് ഒഴിച്ച് കൊടുക്കണ്ട. ഓരോ പൊടിക്കനുസരിച്ചും വെള്ളത്തിൽ മാറ്റം വരാം. അപ്പോൾ അത് നോക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത കൂട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് കേക്ക് ടിന്നിലാണ് വേവിച്ചെടുക്കുന്നത്. അതിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വാഴയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി എണ്ണയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. ഇനി അതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളത് ഇഡലിത്തട്ടിലാണ് ആവി കയറ്റി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അതിൽ വെള്ളം വെച്ച് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കേക്ക് ടിന്ന് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം വീഴാതിരിക്കാൻ ആദ്യം ഒരു അടപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറൊരു പാത്രം ഇതിൻ്റെ മുകളിലേക്ക് കമഴ്ത്തി കൊടുക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് പപ്പടക്കോല് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. അത് മാവ് ഒട്ടിപ്പിടിച്ചിട്ടില്ല, ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ വേവായിട്ടുണ്ട്. അതല്ല മാവ് അതിന്മേൽ ഉണ്ടെങ്കിൽ വേവായിട്ടില്ല. അപ്പോൾ ഇച്ചിരി സമയം കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. പാത്രത്തിൻ്റെ അടിയിൽ വാഴയിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റി. മധുരം ബാലൻസ് ചെയ്യാൻ ഒരു ഇച്ചിരി ഉപ്പ് ചേർക്കണമായിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.